ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം ഒരു 7:30-8 മണിയായിട്ടുണ്ട്. നല്ല തണുപ്പും കോടയൊക്കെ ആയിട്ട് വയനാടിൻ്റെ കാടുകൾക്കുള്ളിൽ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഒരു അമ്പലമുണ്ട്, നമ്മുടെ തിരുനെല്ലി അമ്പലം. അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങൾ തിരുനെല്ലി അമ്പലത്തിലോട്ടാണ്. ഇപ്പൊ സമയം 8 മണി. വയനാടിന്റെ ഒരു ഭംഗിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കണേ. 8 മണിക്കും കോടയാൽ ചുറ്റപ്പെട്ട ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് വയനാട്. വണ്ടി ഒന്നും കാണാനില്ല. ഓ വവ്വാല് തൂങ്ങി കിടക്കണ നോക്കിയേ. വവ്വാൽ പാർക്കാ? നടക്കാൻ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ തിരുനെല്ലിയിലേക്കുള്ള വഴി തിരിയാണ്. തിരുനെല്ലി കുട്ടാ തോൽപ്പെട്ടി റൂട്ടാണ്. ഇവിടെ നമ്മുടെ ഫോറസ്റ്റ് ആണല്ലേ. പെട്രോളൊക്കെ അടിക്കാനുള്ള ഒരു തിരുനെല്ലി എത്തണയ്ക്ക് മുന്നുള്ള പമ്പില് അടിച്ചിട്ട് പോവാ. പിന്നെ അവിടെ നിന്ന് പമ്പ് ഉണ്ടാവിരിക്കുന്നതല്ല. ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ തിരുനെല്ലിയിലേക്ക് കയറാൻ ഒരു 5:30 തൊട്ട് 8:30 വരെയാണ് കാലത്ത്. ഒരു ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ കയറാൻ പറ്റുക. മഴക്കാലത്ത് എപ്പോ പോയാലും കുഴപ്പമില്ല. മാനിഷ്ടം വരണോ കണ്ടോ? അതാ ഇതാന്നേ ഒരു മാനുണ്ട്. മാൻകുഞ്ഞ് നോക്കണേ നോക്കണേ കട്ട് ചെയ്ത് വെച്ചോട്ടോ. പുള്ളിമാൻ ഈ സൈഡിൽ ഞങ്ങൾ മെല്ലെ പോയാൽ ഞങ്ങൾ ഓടുന്നില്ല. ഒച്ച ഉണ്ടാകില്ല, ഒച്ച ഉണ്ടാക്കി ഓടും. ഒരെണ്ണുള്ളൂല്ലോ. പക്ഷേ ഹായ്. എവിടെ വേണ്ട, ഒന്നും കൊടുക്കണ്ട. കൂട്ടാളികൾ എന്തിയേ? മാൻ അല്ല താഴോട്ട് ആരോ പോയിട്ടുണ്ട്. അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. റോഡിന് പുറകിലേക്ക് ആളെ പോയിട്ടുണ്ട്. ആരോ തേക്ക് ലേലം വിളിക്കണേ. ഉണങ്ങി കിടക്കുന്ന ഫോറസ്റ്റ്. ഇതാണ് ഫോറസ്റ്റ് ഹൗസ്, ഗസ്റ്റ് ഹൗസ് ആണോ? പിന്നെ അങ്ങനെ നമ്മളിപ്പോ എവിടെ എത്തിയേക്കണേ? ഇതാണ് തിരുനെല്ലി അമ്പലത്തിലെ പ്രശസ്തമായ ഉണ്ണിയപ്പക്കട. തിരുനെല്ലി അമ്പലം എത്തിയില്ല, അമ്പലത്തിലേക്ക് പോകുന്ന വഴി അവിടെ നമുക്കൊരു ഉണ്ണിയപ്പം മുകളിലല്ലേ കിട്ടാ? ഇവിടെയാണോ? ഇതാണ്ട തിരുനെല്ലി അമ്പലത്തില് ഉണ്ണിയപ്പൊക്കെ ഫേമസ് ആയിട്ടുള്ള കടയാണ്. ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് ഉണ്ണിയപ്പം എടുക്കലായിരിക്കും. കണ്ട എല്ലാ വണ്ടിക്കാരും ഇവിടെ നിർത്തി നല്ല തിരക്കായിരിക്കുള്ളൂ. കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കുള്ളൂ. കാപ്പിയൊന്നും വേണ്ട. ഇനിയിപ്പോ വേണ്ടേ? എന്റെ മുഖം ചപ്പിളിച്ചാണ്ടിയായിരിക്കണേ. ഹായ്. നമ്മിത് എവിടെ പോണേ? ടാറ്റ പോവാ. ഹായ് പറഞ്ഞേ. ടാറ്റ പോണെന്ന് പറഞ്ഞ ഞങ്ങ. യെസ്, ഇതാണ് പ്രശസ്തമായ തിരുനെല്ലി ഉണ്ണിയപ്പം. ഓക്കെ, ഇതാണ് തിരുനെല്ലി ഉണ്ണിയപ്പം. ചൂടുണ്ടാ? കഴിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട്? അതാണ് ഈ ഉണ്ണിയപ്പത്തിന്റെ പ്രത്യേകത. ഞാൻ കഴിച്ചോ. നല്ല ചൂടല്ലേ? പോരാ, നല്ല ചൂട്. കഴിച്ചു, ഭയങ്കര ടേസ്റ്റാ. അതാണ് ഇവിടുത്തെ ഉണ്ണിയപ്പത്തിന്റെ പ്രത്യേകത. നല്ല ടേസ്റ്റും നല്ല ചൂടും നല്ല വലിപ്പവും. വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ, പ്രത്യേകിച്ച് ഈ അറ്റ്മോസ്ഫിയറിൽ. നല്ല കോടയിലിരുന്ന് കാലത്ത് നല്ല ചൂട് ഉണ്ണിയപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എന്തോരം ആൾക്കാരെ വന്നേക്കണേ. അതൊരു കാണിച്ചത് ഉണ്ണിയപ്പം കഴിക്കാനാണ് കൂടുതൽ ആൾക്കാരും വെയിറ്റ് ചെയ്യാം. ഇതാണ് സ്പോട്ട് വരുന്നത്. തിരുനെല്ലി അമ്പലത്തിന് എത്ര ദൂരം ഉണ്ടാവും? 13 കിലോമീറ്റർ.
നല്ല ചൂടൻ കാപ്പി. കാപ്പി നല്ല നൈസ് കാപ്പി. ചൂടൻ കാപ്പി, ചൂടൻ ഉണ്ണിയപ്പം. തിരുനെല്ലി വരുന്നവര് ഫസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ഇവിടെ നിർത്തി നിങ്ങ ഈ ഉണ്ണിയപ്പൊക്കെ കഴിച്ച് എന്തായാലും പോകാം. വെളുപ്പിനെത്തണം. ഇപ്പൊ ഞങ്ങളിപ്പോ സമയത്രേ ഇപ്പൊ ഒരു 9 മണിയുടെ അടുത്തായിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോ കുറച്ചും കൂടി ലേറ്റ് ആയി. കുറച്ചും കൂടി മതി, ഈ സമയമൊക്കെ മതി എന്ന് തോന്നുന്നു അല്ലേ? ഈ സമയമൊക്കെ മതി. ഇപ്പൊ ഒരു 9 മണി ആയിട്ടുണ്ട്. 9 മണിക്കുള്ളിൽ വരണം. ക്ലൈമറ്റും ഈ കൊറേ കൂടി കഴിയുമ്പോ കോടയൊക്കെ അങ്ങോട്ട് മാറി തുടങ്ങും അല്ലേ? കൊറേ കൂടി ആയി കഴിഞ്ഞാൽ വെയിലൊക്കെ ആവൂലേ? ആ, ഇത് ശരിക്കും ഇതിന്റെ ഈ സ്ഥലത്തിന്റെ പേരെന്നിട്ടാ? തെട്രോഡ്. ഇവിടുന്ന് 13 കിലോമീറ്റർ. ഇവിടുന്ന് വേണ്ട ഇവിടെ നിങ്ങളുടെ കടയാണോ അത്? ഞങ്ങള് തിരുനെല്ലി കാണാൻ ഇറങ്ങിയതാ. യൂക്കാലിക്സ് മരങ്ങൾ. അപ്പൊ വയനാട് വന്നു കഴിഞ്ഞാൽ ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് തിരുനെല്ലി. ദക്ഷിണ കാശി എന്നൊക്കെയാണ് ഇതിനറിയപ്പെടുന്നത്. അവിടേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല നല്ല വിഷ്വൽസ് കാണിച്ചത്. എന്തായാലും വയനാട് വന്ന് ഒട്ടും മിസ് ചെയ്യരുത്. ഒരു വെളുപ്പിനൊരു 8 മണി അതിനുള്ളിൽ എത്താൻ നോക്കാം എല്ലാവരും. നല്ല വഴികളാണ്, കാടുകളുടെ ചുറ്റപ്പെട്ട ഒരു അമ്പലമാണിത്. വരുന്ന വഴിയിലൊക്കെ നല്ല കാടും എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് നല്ല നല്ല വിഷ്വൽസ് കാണാം തിരുനെല്ലി അമ്പലത്തിലേക്ക്. ഹായ്, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? യാത്ര അടിപൊളിയായിരുന്നു. ഞങ്ങൾ അമ്പലം കാണാൻ കയറാൻ വേണ്ടി പോവാണ്. ഇത് ചെരുപ്പ് കൂരിയിട്ട് വേണം കയറാൻ. ചെരുപ്പ് കൂരിട്ടോ? ഈ വഴികളിലൂടെ വേണം കാണാൻ. ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടാ. മമ്മി ആദ്യമായിട്ടാണോ? ആ, ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇത് കയറി ചെല്ലുമ്പോഴൊരു എനിക്ക് കാണാനുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. ചെരുപ്പൊക്കെ ഇവിടെ ഊരിയിട്ടിട്ട് വേണം പോവാൻ. ആ, ഇന്ന് ഒന്നാമത് ഞങ്ങൾ വന്നിരിക്കുന്നത് ശനിയാഴ്ച ദിവസമാണ്. അപ്പം നല്ല തിരക്കുണ്ട്. ഇത്തിരി കൂടി നേരത്തെ എത്തിയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു അതിനെ. പക്ഷെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഉണ്ണിയപ്പ കടയിൽ കയറി, പിന്നെ ചായ കുടിച്ചു. അങ്ങനെ കുറച്ച് സമയമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അല്ലേ പൊന്നോ? ആ, ജിം ജിം ഇതെങ്ങനെ പോണേ? വലിയ ജിം. ഈ പാത്തി എന്ന് പറഞ്ഞാൽ കരിങ്കല്ലുകൊണ്ട് കുത്തി വെച്ചേക്കുന്ന ഒരു പാത്തിയാണ്. ഇതങ്ങ് മലയുടെ മോളീന്നേ വരുന്നതാണ്. ഇതിനൊരു ഐതിഹ്യമുണ്ട്. അങ്ങ് മലയുടെ മോളീന്നേ വന്നിട്ടുണ്ട്. ചിറക്കൽ രാജാവ് ഭക്തിയില്ലേ, ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് വെള്ളം ചോദിച്ചപ്പം ഇപ്പം വെള്ളം ശുദ്ധജലം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇവിടുത്തെ പരിചാരകർ പറഞ്ഞു അങ്ങനെ ഇവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അന്നേരം രാജാവ് പറഞ്ഞു ഇവിടെ വെള്ളം ശുദ്ധജലം കിട്ടിയതിന് ശേഷം മാത്രമേ പുള്ളി ജലപാനം ചെയ്യുള്ളൂ എന്ന്. അങ്ങനെ ഉണ്ടാക്കിയൊരു കൽപ്പാത്തിയാണിത്. ഇത് കഴിഞ്ഞിട്ടാണ് പുള്ളി വെള്ളം കുടിച്ചതെന്നൊക്കെയാണ് ഐതിഹ്യം. അതാണ് അവിടെ എഴുതി വെച്ചത്. ഇതാണ് കൽപ്പാത്തി. അമ്മോ, ഇഷ്ടായോ? ഇഷ്ടായോ? എന്താ മേടിച്ചേ? എന്താ മേടിച്ചേ? കളബ തൊട്ടോ? ഇതാണ്. കഴിച്ചോ? ഇതാണ് നമ്മുടെ പഴയ തിരുനെല്ലി അമ്പലം. അതിന്റെ കൽപ്പാത്തിയാണ് കാണുന്നത്. പക്ഷെ അതൊക്കെ പുതുക്കിയപ്പോൾ പുതിയത് പണിഞ്ഞോണ്ടിരിക്കുകയാണ്. പുതിയത് വന്നപ്പോൾ അതിന്റെ പഴമ നഷ്ടപ്പെട്ടല്ലേ. ഇനി ഇത് ഈ കളറിലേക്ക് എത്തണം ഈ സാധനമൊക്കെ. എന്നാലേ അതിനൊരു ഭംഗി വരുള്ളൂ.
കഴിഞ്ഞു, അവരുടെ യാത്ര കഴിഞ്ഞു. അങ്ങനെ ഞങ്ങ എവിടെ കണ്ട തിരുനെല്ലി അമ്പലം കണ്ട് ഞങ്ങൾ തിരിക്കാണ്. ദക്ഷിണകാശി എല്ലാവരും ദക്ഷിണകാശിയൊക്കെ കണ്ട് ക്ഷീണിച്ച് ഒത്തിരി നേരം നടന്ന് കണ്ട് അവശതയായി തിരിച്ചു പോവാണ്. പായസം കുടിക്കണ്ട? എന്നിട്ട് മുളയരി പായസോ? മുളയരി പായസം. കുടിക്കേ. എങ്ങനെയുണ്ട് മുളയരി പായസം? പായസം പായസം ഇഷ്ടായ? ഇതെന്താ വലിയ കാട്ട ഗോപിക്കുറിയൊക്കെ തൊട്ടുണ്ടല്ലോ. ഉണ്ണിക്കണ്ണനായ എങ്ങനെയുണ്ട്? നല്ല പൈസ. ഇതെന്തിട്ട് ശരിക്കും മുളയരി എന്ന് പറഞ്ഞ? ആ, അതിന്റെ അരി ഉണ്ടാവും. അയ്യോ, അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഇത് തികച്ചും ഫ്രീ ആണോ. ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, അപ്പൊ ആള് സ്പോൺസർ ചെയ്തതാന്ന് പറയണേ. ഇത് മൊത്തം നല്ല പായസം ഉണ്ടോ, മുളയരി പായസം. ഇന്നത്തെ കാര്യം കുശാലായി. മുളയരി പായസം ഫ്രീ. അപ്പൊ നല്ല ചൂട് മുളയരി പായസം ഞങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. ഏതോ ഒരു ചേട്ടൻ്റെ ബർത്ത്ഡേ ആരുടെയായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ അവർ സ്പോൺസർ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. നല്ല അടിപൊളി പായസം, മുളയരി പായസം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ. പുള്ളിയൊരു യൂട്യൂബറൊക്കെയാണ്, ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ കയറി. സുഭാഷ് അല്ലേ? സുഭാഷ് ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്, നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ള നല്ല പായസമാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. വരും കാലത്ത് 8:30 ആകുമ്പോഴേക്കും വരും. ഏകദേശം ഒരു ദിവസം എത്ര ഗ്ലാസ് ഒക്കെ തരും? എല്ലാ ദിവസവും നല്ല തിരക്കുണ്ടാവാറുണ്ട് ഇവിടെ? നോർമലി ആ ആ, ഏകദേശം ഒരു 8 മണി 8:30 ആകുമ്പോൾ. ഇപ്പൊ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ മുകളിൽ. സംഭവം കൊള്ളാട്ടം എന്തായാലും. അപ്പോൾ ഓക്കെ, ഞങ്ങൾ തൃശ്ശൂർ അമ്പലം കാണാൻ വേണ്ടി വന്നത്. നിലം തുടക്കുന്ന ഒരു തുള്ളി മതി അല്ലേ? ആണ്. ഇപ്പിണ് ഒരു കാശിക്ക് വന്നൊരു ഫീല്. ഒന്ന് തട്ടി. അങ്ങനെ ഞങ്ങ തിരിച്ചിറങ്ങിയാണ്. ഒത്തിരി നേരത്തെ ദർശനം കഴിഞ്ഞ് ക്ഷീണിച്ചിറങ്ങുന്നു. പോയതറിഞ്ഞില്ല, തിരിച്ചു വന്നു. ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ മൊത്തം പണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ കാഴ്ചക്ക് പറ്റിയ വ്യൂ ഒന്നും ഇല്ല അവിടെ. ഇപ്പൊ എല്ലാം പുതുക്കി പണിതുകൊണ്ടിരിക്കുക. മുളയുടെ അരി ഇടുന്ന മുള വർഷങ്ങൾ കൂടുമ്പോഴേ പൂക്കുള്ളൂ. അത് പൂത്ത് കഴിയുമ്പോൾ ഇവർ ആദിവാസികൾ അതിൻ്റെ ചൂടൊക്കെ വൃത്തിയാക്കി തീറ്റിട്ട് അതിൻ്റെ അരി ശേഖരിക്കും. അതാണ് ഈ പായസം ഇതാക്കിക്കൊണ്ടിരുന്നത്. ഇത്ര മാത്രം അരി കിട്ടും അതിന്? മുളയുടെ വീട്ടിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ അരി കിട്ടും. അരി ആയി കഴിഞ്ഞ് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ മുള തനി ഉണങ്ങിപ്പോകും, മുള നശിച്ചു പോകും. ഇത്ര വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമേ അത് പൂക്കുന്നത്. നമ്മളൊന്നും എടുക്കൂലേ, ഇവര് ഈ ട്രൈബൽസ് മാത്രമേ അത് എടുക്കുള്ളൂ. ഈ ഉൾക്കാട്ടിലേക്ക് അവര് പൂക്കുന്ന സമയത്ത് ഷീറ്റൊക്കെ ഇട്ട് കൊണ്ടുപോയി. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. വലിയ കാര്യമായിട്ട് കാണാനൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.
പഴമയുടെ ഒരു ഭംഗിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും തിരുനെല്ലിയിലേക്കുള്ള യാത്ര വഴി ഒക്കെ നല്ല ഭംഗിയാണ്. അകത്ത് ശരിക്കും ദർശനം കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണാനുള്ളൊരു ഐറ്റം ഉണ്ട് തിരുനെല്ലി. കാരണം ദക്ഷിണ കാശി കേരളത്തിൽ തന്നെ ഈ കാടുകളുടെ ഉള്ളിൽ ഒരു അമ്പലം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഐതിഹ്യം തന്നെയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും വന്ന് കാണാനുള്ള ഒരു സാധനം ഉണ്ട്. അപ്പം എല്ലാവരും വന്ന് കാണാം പരമാവധി കിട്ടണവർ. അപ്പം നേരത്തെ വരാൻ നോക്കാം. ഒരു ഉച്ചയ്ക്ക് ഈ സമയമൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നും കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല. വരുന്ന വഴികൾ നല്ല പ്രധാനമാണ്. നമുക്ക് നല്ല ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ആനേനെ ഇതിനെ കാണാം. ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ ഒരു മാനിനെ കണ്ടു, ആനയൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.